വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ ഡേ 3 ആണ്. അതിൽ ഇന്ന് വന്നിരിക്കുന്നത് സെല്ലുലാർ ജയിൽ, നമ്മളെ ഈ കാലാപ്പാനി എന്നെല്ലാം പറയുന്നില്ലേ, ആ ഒരു സെല്ലുലാർ ജയിലിലാണ്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഫ്രണ്ട് വ്യൂ. ബാക്കി നമുക്ക് അകത്തെ കാഴ്ചകളിലേക്ക് പോവാം. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ട് തന്നെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യാം. ഇതാണ് സെല്ലുലാർ ജയിലിൻ്റെ മെയിൻ എൻട്രൻസ്. അപ്പോൾ അതിലുള്ള ഫസ്റ്റ് കാണുന്ന കാര്യമാണ് ഇത്. അതിൽ ഇങ്ങനെ ഒരു 3 നിലകളിലായിട്ടുള്ള വലിയൊരു എന്താ പറയുക, വലിയ ഒരു ജയിൽ സമുച്ചയം തന്നെയാണിത്. അപ്പോൾ നമുക്കിവിടെ ഒരു ഗൈഡിനെ കിട്ടും. ഗൈഡ് നമുക്ക് ഇതിൻ്റെ പണ്ടുള്ള കാര്യങ്ങളും എന്തൊക്കെയാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരുന്നതും ഒക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറഞ്ഞു തരുന്നുണ്ട്. ഇതൊക്കെ ആ ഒരു കാലത്തുള്ള ആൾക്കാരെ ചെയ്തുകൊണ്ടിരുന്നതും അവരെ കൊണ്ട് ചെയ്യിപ്പിച്ചിരുന്ന ശിക്ഷകളും ഒക്കെയുള്ള ഒരു മ്യൂസിയം പോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്ക് മനസ്സിലാകാൻ വേണ്ടി. പിന്നെ ഇത് അവിടെ തൂക്കിലേറ്റുന്ന സ്ഥലമാണ്. ഇവിടെ നിന്നാണ് ആൾക്കാരെ തൂക്കിക്കൊല്ലുന്നത്. പിന്നെ നമ്മൾ നേരെ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ കുറേ പടിക്കെട്ടുകളായിട്ട് ഇങ്ങനെ കയറി പോകണം. നല്ല ശരിക്കും ഉള്ളോട്ട് കയറുമ്പോൾ നല്ലൊരു പേടിയുള്ളൊരു നമുക്കൊരു പേടി തോന്നും ഇത്. അപ്പം അങ്ങനെ കയറി അപ്പം അതിൻ്റെ ഉൾവശമൊക്കെ ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ ഇതിൽ ഗൈഡും നമുക്ക് ഒപ്പരം ഉണ്ടാവും. അവർ പറഞ്ഞു തരും ഓരോ ജയില്, അപ്പോൾ അതിൻ്റെ ജയിലിൻ്റെ എന്തൊക്കെയാണ്. പിന്നെ ഇത് നമുക്ക് ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ഐലൻഡും നമുക്ക് കാണാൻ പറ്റുന്നതാണ് പറഞ്ഞത്. അപ്പോൾ റോസ് ഐലൻഡ്, നമ്മൾ മുന്നേ പോയ റോസ് ഐലൻഡൊക്കെ ഇവിടുന്ന് നോക്കിക്കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് കാണുന്നത് റോസ് ഐലൻഡാണ്. അപ്പോൾ ഇത് ഇവിടുന്ന് വാച്ച് ടവറായിട്ട് അവർ പണ്ട് യൂസ് ചെയ്തിരുന്നതാണ്. ശത്രുക്കളൊക്കെ വരുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് അവർ യൂസ് ചെയ്തിരുന്ന വാച്ച് ടവറാണത്. അപ്പോൾ അടുത്ത നമ്മൾ ഹാവ്ലോക്ക് ഐലൻഡിലേക്കാണ് നേരെ പോയത്. അപ്പോൾ സെല്ലുലാർ ജയിലിൽ നിന്ന് നേരെ ഹാവ്ലോക്ക് ഐലൻഡിലേക്ക്. അപ്പോൾ ഇവിടെ നിന്നൊരു ബോട്ട് ജെട്ടിയിൽ വന്നിട്ട് ഈ ഒരു നൗട്ടിക്കേൻ്റെ ഒരു ഫെറിയിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇത് അവിടെ 2 ദിവസം സ്റ്റേ ആണ് ഹാവ്ലോക്ക് ഐലൻഡിൽ. അപ്പോൾ നമ്മുടെ എല്ലാ ഡ്രസ്സും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ട് വേണം നമ്മൾ പോകാൻ വേണ്ടിയിട്ട്. ശരിക്കും അതൊരു അതിൻ്റെ പ്രോസസ്സ് എന്ന് പറയുന്നത് നമ്മൾ പോർട്ട് ബ്ലെയറിൽ നിന്ന് ഹാവ്ലോക്കിലേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ ഇവരെ നൗട്ടിക്കേൻ്റെ ഈ ഒരു ബോട്ട് ജെട്ടിയിൽ വന്നിട്ട് നമ്മൾ ശരിക്കും ഈ ഒരു എയർപോർട്ടിൽ നിന്നുള്ള ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ പോലെ ഉണ്ട് കംപ്ലീറ്റ്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ആ ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൽ കയറ്റും. അതിനുശേഷം ഇങ്ങനെ പോകാൻ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ഹാവ്ലോക്കിലെത്തി. ഇതാണ് ഹാവ്ലോക്ക് ഐലൻഡ്. അപ്പോൾ അവിടെ നിന്ന് കാണുന്നൊരു വ്യൂ ആണിത്. അവിടെ കുറച്ച് സമയം നമ്മൾ ഫോട്ടോസൊക്കെ എടുത്ത് ഇങ്ങനെ നിന്ന് നേരെ ഹാവ്ലോക്ക് ഐലൻഡിൽ നിന്ന് നമ്മളെ ഹോട്ടലിലേക്ക് പോവാണേ. ഹായ് ഗായ്സ്, നമ്മൾ
വീണ്ടും ബീച്ചിലെത്തിയിരിക്കുക. ഇവിടെ ഒരു ബീച്ചിൽ ബീച്ച് ഇതേതാ ബീച്ച്? രാധാനഗർ. ഇത് രാധാനഗർ ബീച്ചാണ്. അപ്പോൾ അവിടെ ഇതാന്ന് സൺസെറ്റ് ബീച്ച്. അപ്പോൾ അവിടെ വന്നിട്ടുള്ളത് കുറച്ച് സമയം ആ ബീച്ചിലൊക്കെ കളിച്ച് നമ്മൾ നേരെ നമ്മൾ ഹോട്ടലിലെത്തി. ഇതാണ് നമ്മുടെ സിംഫണി പാം ബീച്ച് റിസോർട്ട്. അപ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് സീ ആണ്, അതായത് പ്രൈവറ്റ് സീ. നമുക്ക് അവിടെ പോയിട്ട് ഇരിക്കാം, അവിടെ പോയിട്ട് ഇങ്ങനെ ഊഞ്ഞാലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അവിടെ പോയിട്ട് ഇങ്ങനെ റെസ്റ്റ് ചെയ്യാൻ, ചില്ലടിക്കാം. പിന്നെ ഒരു ഹോട്ടലുണ്ട്, അവിടെ ഫുഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ മോർണിംഗ് വ്യൂ ഞാൻ നാളെ കാണിച്ചു തരാം. അപ്പോൾ നാളെ നമുക്ക് വാട്ടർ ആക്ടിവിറ്റിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഇത്രയാണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നെക്സ്റ്റ് ഡേൻ്റെ വീഡിയോ ആയിട്ട് ഞാൻ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ബൈ, താങ്ക് യു.